ചേരാനല്ലൂരിൽ 5 തരം ലഹരി മരുന്നുമായി ഗർഭിണിയടക്കം 3 പേർ പിടിയിലായി. കൊച്ചിയിൽ 400 ഗ്രാം MDMA പിടികൂടിയ കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ. വെൽക്കം എവരി വൺ. ഞാനിത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ് പർട്ടിക്കുലർലി ഡ്രഗ് അഡിക്റ്റുകളുടെ കയ്യിലേക്ക് വഴുതി പോകുന്നുണ്ടോ, നമ്മുടെ കൊച്ചു സഹോദരങ്ങൾ, മക്കൾ അതിലേക്ക് വഴുതി പോകുന്നുണ്ടോ? ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പല രൂപത്തിലും നമുക്ക് വരാം. ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ മരിയുവാന അല്ലെങ്കിൽ ആൽക്കഹോൾ, നിക്കോട്ടിൻ, ഇതൊക്കെ അഡിക്ഷൻസിൽ പെട്ടതാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ മാരകമായിട്ട് ഇപ്പോൾ കൊക്കൈൻ വരാറുണ്ട്. അതല്ലെങ്കിൽ മറ്റു പല രാസവസ്തുക്കളുമായിട്ട് MDMA പോലുള്ള എക്സ്റ്റസി എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം MDMA അഥവാ മോളി എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇത് നമുക്കുണ്ടാകുന്ന ദോഷം, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പോലീസ് സ്റ്റുഡൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓർക്കും, നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ള ചർച്ചകൾ, ഇല്ലെങ്കിൽ എക്സൈസ് സ്റ്റുഡൻസ് നേരത്തെ നടത്തിയിട്ടുള്ള ചർച്ച, സ്കൂളുകളിലെ പ്രശ്നം, പിന്നെ പല സംഭവങ്ങളും ലോകം മുഴുവൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു. ഇപ്പം LSDയോ ഹെറോയിനോ ഇതൊക്കെ വളരെ വളരെ റെയറായിട്ട് മാത്രമായിരുന്നു കേസുകളുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ നേരിടാൻ പറ്റും? ഇതിനെ നേരിടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ, അവയർനെസ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെയാണ് സാധാരണ എല്ലായിടത്തും സജസ്റ്റ് ചെയ്യുക. നമുക്ക് അതുകൊണ്ട് മാത്രം പറ്റുമോ? പേരൻ്റ് ഇൻവോൾവ്മെൻറ്റ്, അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ വയലൻ്റ് ആകും. അതോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ്, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷന് കൊടുക്കുകയും കൗൺസിലിങ്ങും. അപ്പോൾ എനിക്കും പല കേസുകളും ക്ലാസ്സിൽ വന്നതും അത് കഴിഞ്ഞ് വന്നതുമൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ചർച്ച ചെയ്തതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കേസസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഇതിൻ്റെ പലതും ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിമിലൊക്കെയാണിത് പരസ്യം വരുന്നത്. ചില പ്രത്യേക നെയിമിലൊക്കെയാണ്. അപ്പോൾ യൂത്ത് വളരെ കാര്യമായിട്ട് ഇതിൽ എൻഗേജ് ചെയ്യുന്നത് ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പിയർ പ്രഷർ കൊണ്ടായിരിക്കാം മറ്റുള്ളവർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികളായിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം ഒട്ടുമില്ലാത്ത കുട്ടികളാകാം, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് കൺട്രോളിൽ നിൽക്കുന്നത് കൊണ്ടുള്ള കുട്ടികൾ, ആ കൺട്രോളിൻ്റെ പുറത്ത് വരുമ്പോഴത്തേക്കാകാം, അല്ലെങ്കിൽ പിയർ സപ്പോർട്ട് പല വിധത്തിൽ വരുന്നതുകൊണ്ടാകാം, അതിനിടയ്ക്ക് അതിലൊരു നായകനാകാൻ ശ്രമിക്കുന്നതുകൊണ്ടാകാം. ഇവിടെയൊക്കെ നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, NGO ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, എനിക്ക് വളരെ അതിശയം തോന്നിക്കുന്നത് കേരളത്തിലെ മീഡിയ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള തിരുവനന്തപുരത്ത് കുറേ പേര് മരിക്കാനിടയായി, അല്ലെങ്കിൽ ചെറുപ്പക്കാർ ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി, കാലിക്കട്ട് മരണപ്പെട്ടു, അല്ലെങ്കിൽ കൊച്ചിയിൽ മരണങ്ങളുണ്ടായി, അതല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നതും. അപ്പോൾ അതിനെ ഒരു ന്യൂസിലൂടെ വരുന്നത് അതൊന്നും അല്ല. ഇതൊക്കെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ യുവജന സംഘടനകൾ അവരിതിനെ ചെറുക്കുന്നില്ല? അവരിതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ, എവിടെ ഡ്രഗിൻ്റെ അംശം കണ്ടു കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പൊളിറ്റിക്കൽ നേതൃത്വത്തിൽ ഇത് തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ലാതെ വന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് പൊളിറ്റിക്കൽ ലീഡേഴ്സിനോടാണ്. സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് ആണെങ്കിലും ശരി, യങ്സ്റ്റേഴ്സിൻ്റെ ലീഡേഴ്സ് ആണെങ്കിലും ശരി, അഡൽട്ട് ലീഡേഴ്സ് ആണെങ്കിലും ശരി. അപ്പോൾ കോടതിയിൽ വരുന്നവരെ ശിക്ഷിക്കാൻ മാത്രമേ കോടതിക്കും അല്ലെങ്കിൽ വക്കീലുമാർക്കൊക്കെ കഴിയൂ. അപ്പോൾ ഇത് പക്ഷേങ്കിൽ ഇത് നമുക്ക് വന്ന് ഗാങ് ഇൻവോൾവ് ആകുന്നു, അത് പിന്നീട് ഒരുപാട് ക്രൈമിലേക്ക് പോകുന്നു. അപ്പോൾ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് വരുന്നു. പിന്നെ ഡ്രഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് റോബറി നടക്കുന്നു, തെഫ്റ്റ് നടക്കുന്നു, ഡൊമസ്റ്റിക് വയലൻസസ് നടക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പബ്ലിക് ഡിസോർഡർ നടക്കുന്നു, അല്ലെങ്കിൽ സെക്ഷൽ വയലൻസ് നടക്കുന്നു, സെക്ഷൽ ഒഫൻസസ് നടക്കുന്നു, ഹോമിസൈഡ് നടക്കുന്നു, സൂയിസൈഡ് നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ, ചില രാജ്യങ്ങളാണ് ഇല്ലീഗൽ ആംസിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടെയും അതിലേക്കൊക്കെ പോകും. അപ്പോൾ പ്രിസണിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചൈൽഡ് അബ്യൂസ് വളരെ കൂടുന്നുണ്ട്. അപ്പോൾ പോലീസ് എൻകൗണ്ടേഴ്സ് കൂടുന്നുണ്ട്. പിന്നെ ഇതുവഴിയുള്ള സെക്സ് അബ്യൂസ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡ്, ഇല്ലേ സ്കൂള്, വർക്ക് പ്ലേസ്, അവിടെയൊക്കെ വയലൻസ് ഉണ്ടായി നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക.
മെൻ്റൽ ഹെൽത്തിൻ്റെ ക്രൈസിസ് നമുക്കിപ്പോൾ നല്ലൊരു രീതിയിൽ ഇത് വരുന്നുണ്ട്. ഇല്ല കാർട്ടൽസ് രൂപപ്പെടുക, ക്രിമിനൽ എക്സ്പാൻഷൻസ് വരിക, ലീഗൽ സിസ്റ്റം തന്നെ ലോ ആൻഡ് ഓർഡർ നമുക്കൊരു ബ്രേക്ക് ഡൗണിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഇതിനെ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ചില രാജ്യങ്ങളിൽ ഇത് ഭയങ്കര മാരകമായ ഒഫൻസാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഡെത്ത് സെൻറ്റൻസ് ഉള്ളത് ചൈനയിൽ ഡെത്ത് സെൻറ്റൻസ് ആണ്, ഇറാനിൽ, സൗദി അറേബ്യയിൽ, ഇന്തോനേഷ്യയിൽ, സിംഗപ്പൂർ, മലേഷ്യ, വിയറ്റ്നാം ആൻഡ് UAE ആൻഡ് കുവൈറ്റ്, ഈവൻ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഈജിപ്റ്റ്, തായ്ലൻഡ്, നോർത്ത് കൊറിയ, ഒമാൻ, ഖത്തർ, ഇവിടെയൊക്കെ ഇത് വലിയ അതായത് ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. ഇതുമായിട്ട് ഒരാളെ ട്രക്ക് ട്രാഫിക് ചെയ്യുന്ന ഒരാളെ ഒരു ഡീലറെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്ന രാജ്യങ്ങളാണിതെല്ലാം. ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെ നമുക്ക് നേരിടാൻ പറ്റും? പല രാജ്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേരൻ്റൽ ഗൈഡൻസ് വഴിയും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വഴിയും, മീഡിയ സപ്പോർട്ട് വഴിയും, കമ്മ്യൂണിറ്റി സപ്പോർട്ട് വഴിയും, റീഹാബിലിറ്റേഷൻ വഴിയും, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡ്രഗ് ലോസ് എൻഫോഴ്സ്. നമ്മുടെ ലോയും ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതിന് അബ്യൂസും വരുന്നുണ്ട്, ആ ലോയിൽ തന്നെ അബ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻക്രീസ്ഡ് ലോ എൻഫോഴ്സ്മെൻറ്റ്, അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സൊക്കെ കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ അതും വളരെ ശക്തമായി വന്നിട്ടുണ്ട്. അപ്പോൾ യൂത്ത് ഇങ്ങനെയുള്ള കാര്യത്തിൽ എൻഗേജ്, നമ്മുടെ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളുടെ കാര്യം, കേരളത്തിൽ പഠന സൗകര്യങ്ങൾ കിട്ടാതെ പുറത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്ന ആൾക്കാർ നമ്മൾ വിടുന്ന ഓരോ കുട്ടിയുടെയും സംഭവം. അതേപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ കുറവ് വരുമ്പോൾ ആൾക്കാർ ഇതിലേക്ക് വരും. അപ്പോൾ ഇതിന് പൈസ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കാശ് ഉണ്ടാക്കാനായിട്ട് വരും. അപ്പോൾ ഇവരെ എവിടെ കൊണ്ട് നമുക്ക് റീഹാബിലിറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് എക്സ് അഡിക്റ്റുകളെ എവിടെ നമുക്ക് നിർത്താനായിട്ട് പറ്റും, വീണ്ടും അവർ തിരിച്ചതിലേക്ക് പോകാതിരിക്കാനുള്ള. അതുപോലെ തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള സൈബർ മോണിറ്ററിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രിക്റ്റ് അഡ്വർടൈസിങ് ചെയ്യണം. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ റാൻഡമായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ക്രൈസിസിനുള്ള ഹോട്ട് ലൈന് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒന്നിക്കാം. അപ്പോൾ ഫാമിലീസിന് ലീഗൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിൻസ് ചെയ്യാനായിട്ട്, ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻസ്, മറ്റ് രാജ്യങ്ങളുടേത്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ, രാജ്യത്തിൻ്റെ മൊത്തമായിട്ടുള്ള വിജിലൻസ്. ഇവിടെ ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഓപ്പണായിട്ട് തന്നെ യു ഷുഡ് ഡിക്ലെയർ എ വാർ ഓൺ ഡ്രഗിൻ്റെ മുകളിൽ വാർ തന്നെ. ഈ കേരളത്തിൻ്റെ മൊത്തമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, ജനങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കിട്ടാവുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് യു ഡിക്ലെയർ എ വാർ എഗൻസ്റ്റ് ഡ്രഗിനെതിരെ ഒരു വാർ പ്രഖ്യാപിക്കുന്ന ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് തീർച്ചയായിട്ടും അവർക്ക് കേരളത്തിൻ്റെ വലിയ സപ്പോർട്ട് കിട്ടും. അപ്പോൾ അത് ഇടതുപക്ഷമാണോ, UDF ആണോ, BJP ആണോ, യുവജന സംഘടനകളാണോ, ആര് ചെയ്തു കഴിഞ്ഞാലും അപ്പോൾ അവിടെയെല്ലാം തീർച്ചയായിട്ടും അവർക്കൊരു വലിയ സപ്പോർട്ട്. എൽ സാൽവഡോറിലെ കേസ് തന്നെ നമുക്കെടുക്കാം. അവിടുത്തെ പ്രസിഡൻറ്റ് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തു, എന്നെ നിങ്ങൾ എലക്ട് ചെയ്ത്, അന്ന് വളരെ യങ്ങാണ്, പാലസ്റ്റീൻ ഒറിജിനാണ് അയാൾ ഡിക്ലെയർ ചെയ്തു, എന്നെ നിങ്ങൾ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്രഗിൻ്റെ ക്രൈം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ എലക്ട് ചെയ്തതോടുകൂടി അദ്ദേഹം അവിടെയുള്ള വളരെ ചെറുപ്പക്കാരനാണ്, പക്ഷേ മുഴുവൻ ആൾക്കാരെയും പിടിച്ച് ജയിലിലിട്ട് പട്ടാളത്തെ കൊണ്ട് കാവലും ചെയ്യിപ്പിച്ച് ഈ ഒരു പ്രശ്നം അവർ ഭയങ്കര ഭംഗിയായിട്ട് അവർ മാനേജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടിപ്പോയി, അങ്ങേയറ്റം കൂടിപ്പോയി, ഒന്നും കൂടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന പ്രധാന രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 എന്ന് പറയുന്നത് ഇന്നും പല കാര്യങ്ങളിലും US തന്നെയാണ്. കാനഡ, അഫ്ഗാനിസ്ഥാൻ ഏറ്റവും വലിയ വിശ്വാസമുള്ള സ്ഥലമാണ്, റഷ്യ, UK, ഓസ്ട്രേലിയ, അതല്ലെങ്കിൽ ബ്രസീൽ, സ്കോട്ട്ലൻഡ്, സ്പെയിന്, ഫ്രാൻസ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ ഒരു പരിധിവരെ അവരതിനെ നേരിട്ട് ഒതുക്കിയിട്ടുണ്ട്, പക്ഷേ ബാക്കി പറഞ്ഞ രാജ്യങ്ങൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. എന്നാലും ഉണ്ട്, പിന്നെയും മെക്സിക്കോയിലുണ്ട്, സൗത്ത് ആഫ്രിക്കയിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, ഇറ്റലിയിലുണ്ട്, ജർമ്മനിയിലുണ്ട്, കൊളംബിയയിലുണ്ട്, അർജൻറ്റീനയിലുണ്ട്, ഫിലിപ്പൈൻസിലുണ്ട്, തായ്ലൻഡിലുണ്ട്. ഇവിടെയെല്ലാം ഈ ഡ്രഗിൻ്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് നന്നായിട്ട് നേരിട്ടിട്ടുള്ള രാജ്യം ജപ്പാൻ, സിംഗപ്പൂർ, സൗദി അറേബ്യ, UAE, സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സൗത്ത് കൊറിയ, കുവൈറ്റ്, ഖത്താർ, ബഹ്റിൻ,
ഒമാൻ, ബ്രൂണൈ, ഭൂട്ടാൻ, മാൽദീവ്സ്, മൊണാക്കോ, മാൾട്ട. എന്തുകൊണ്ടാണ് ഇതൊക്കെ അവിടെ ഇവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റിയത്? അപ്പോൾ അവിടുത്തെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്നൊരു കാര്യം, ഈ ഭൂട്ടാനിൽ ചെയ്യുന്നതാണെങ്കിലും ശരി, മറ്റേ ഈ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നൊരു ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെതിരെ ജനം ഒന്നായിട്ട് നിന്ന് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കൊണ്ടാണ് നിൽക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ കേരളത്തിൽ ഇത് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇപ്പം ക്ലാസ്സിൽ വന്നിട്ടുള്ള എൻ്റെ ഓർമ്മ വെച്ച് നോക്കുമ്പോഴും വന്ന് പറഞ്ഞിട്ട് ഇത് കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങൾ ഒഴിഞ്ഞു പോയതും, അതല്ലെങ്കിൽ മക്കളെ മാനേജ് ചെയ്യാൻ പറ്റാതെ, ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരിക്കൽ വളരെ ചെറുപ്പക്കാരനായൊരു 22 വയസ്സുള്ള ഒരു പാർട്ടിസിപ്പൻ്റ് അമ്മയായിട്ട് വന്നു. അപ്പോൾ ഇയാളെ സ്മോൾ ക്വാണ്ടിറ്റി പിടിച്ചിട്ട് വലിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് എഴുതി ഇയാൾ 3 മാസം അയാൾ അകത്ത് കിടക്കുമായിരുന്നു. അതിന് ശേഷമാണ് അമ്മയായിട്ട് ഇയാൾ എൻ്റെ ക്ലാസ്സിൽ വന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇതിപ്പോൾ നമുക്ക് പിന്നെ വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ബാക്കി ഇതിൽ കൂടെ ഇത് പലപ്പോഴും പല കോഡ് ഭാഷയിലൊക്കെയാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ ലോക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തുവാ കിട്ടുക? അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ അത് ഡീൽ ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മോളി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? MD എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ. മെത്തെന്ന് പറയുക, ക്രിസ്റ്റൽ എന്ന് പറയുക, ഐസ് എന്ന് പറയുക, ഇങ്ങനെയുള്ള പേരുകളിലാണ്. ആസിഡ് എന്ന് പറയുക, പിന്നെ ബ്ലോട്ടർ എന്ന് പറയുക, ഇങ്ങനെയുള്ള പേരുകളിലാണ്. പേപ്പർ എന്ന് പറയുക, ഇങ്ങനെ മിയോ എന്നൊക്കെയുള്ള പേരിൽ MCAT എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഇങ്ങനെയുള്ള പേരുകളിലാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജേർണലിസ്റ്റുകൾ അവിടെ പോയേക്കുവാണ്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജേർണലിസ്റ്റുകൾക്ക് ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്തുകൂടാ? അവർക്ക് അപ്പോൾ ഈ ഓരോ പ്രാവശ്യം വന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വരുമ്പോഴത്തേക്കും അവർ ആവശ്യക്കാരായിട്ട് പോയി ഒളി ക്യാമറയും ഒക്കെ ആയിട്ട് ചെന്ന് വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുമല്ലോ. എന്താണ് കേരളത്തിലെ മെയിൻ മീഡിയയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളെല്ലാം കൂട്ടത്തോടെ നാട് വിട്ടു പോയേക്കാണോ? അതോ ഡ്രഗിനെതിരെ അവർ അന്വേഷണം നടത്തൂല, ഇൻവെസ്റ്റിഗേഷൻ നടത്തൂല, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തൂല, ഈ ചെറിയ സാമ്പത്തിക തട്ടിപ്പും തിരിമറികളും ഉള്ളത് മാത്രമേ, പിന്നെ കുറേ ഡെത്തും മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത കമ്പയർ ചെയ്യുമ്പം സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മർഡർ, സെക്ഷൽ ഒഫൻസസ്, ഇങ്ങനെയുള്ള ഒഫൻസസുകളെല്ലാം കൂടെ വരുന്ന കഴിഞ്ഞും വലിയ മാഗ്നിറ്റ്യൂഡിലാണ്. തന്നെയല്ല അതിൻ്റെ കോൺസിക്വൻസസ് ഭയങ്കരതാണ്. ഇപ്പോൾ നമ്മളിതിവിടെ നിർത്തിയില്ല. ഇപ്പോൾ ചെറിയ ഔട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇപ്പം നമ്മൾ നിർത്തിയില്ലെങ്കിൽ, നിർത്താനായിട്ട് ജനം സഹകരിച്ചില്ലെങ്കിൽ, അപ്പോൾ പ്രധാനമായിട്ട് ന്യൂസ് മീഡിയ, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ, അതുപോലെ ഈ വിഷ്വൽ ജേർണലിസ്റ്റുകളൊക്കെ ഇതിൻ്റെ സോഴ്സുകൾ കണ്ടെത്തി ചെയ്യാനായിട്ട് വരണം. അപ്പം ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഊക്കം കൊണ്ടാലൊന്നും പറ്റില്ല. എല്ലാ ദിവസവും ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, ഇതിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും സപ്പോർട്ട് കൊടുക്കാനും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പറ്റണം, ഗവൺമെൻറ്റിന് പറ്റണം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തിക്കൊണ്ടിരുന്നവർ നമ്മൾ ഹീറോ ആയിട്ട് രാജ്യം ആദരിക്കണം. അപ്പം ചില പൊളിറ്റിക്കൽ പാർട്ടിയോ യുവജന സംഘടനകളോ ഇഫ് ദേ ഡിക്ലെയർ എ വാർ ഓൺ ഡ്രഗ്സ്, തീർച്ചയായിട്ടും ഈ ഡേർട്ടി ബിസിനസ് ഇവിടെ നിർത്തിപ്പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ കൊക്കൈൻ്റെയോ മറ്റ് പറയുന്ന സംഭവത്തിൻ്റെ ഒന്നും കാര്യങ്ങൾ ഇവിടെ നടക്കാതെ, MDMA കാര്യങ്ങളോ, അപ്പോൾ ഈ വലിയ സെസ്റ്റോട് കൂടിയുള്ള പാർട്ടികളൊക്കെ മാറിയിട്ട് സാധാരണ രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നമനത്തിന് മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് യുവജനങ്ങൾ നമ്മൾ പുറത്തോട്ട് പോയി. അപ്പോൾ ഈ ഉള്ള അവസരത്തിൽ ബാക്കിയുള്ളവർ ഒരു ലക്ഷ്യമില്ലാതെ, ഇപ്പം +2 അധ്യാപകർ ഒക്കെ ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്ക് ഒന്നും പഠിക്കാനൊരു ശകലം പോലും താല്പര്യമില്ല. അവർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. 5 വർഷം മുമ്പത്തെ കുട്ടികളെ പോലല്ല, അവർക്കൊന്നും പഠിക്കാനായിട്ടൊരു ലക്ഷ്യബോധമില്ല. അപ്പോൾ ഈ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടൊരു യൂത്ത്, അപ്പോൾ നമ്മൾ എവിടേക്ക് പോകും? അപ്പോൾ ഇത് എൻ്റെ വിഷയമല്ല എന്നും പറഞ്ഞ് നമ്മൾ മാറിയിരിക്കരുത്. നമ്മൾ പണ്ട് കഥ പറയാറില്ലായിരുന്നു, ഒരു വീട്ടിൽ കാളയുണ്ടായിരുന്നു, പന്നിയുണ്ടായിരുന്നു, അവിടെ ഒരു കോഴിപ്പൂവനുണ്ടായിരുന്നു, ഒരു എലിയുണ്ടായിരുന്നു. അപ്പോൾ എലിപ്പെട്ടി വാങ്ങിച്ചപ്പോൾ, എലി കത്രിക വാങ്ങിച്ചപ്പോഴത്തേക്ക് എലി വന്ന് പറഞ്ഞത് വാങ്ങിച്ചു എന്ന്. അപ്പോൾ കോഴി പറഞ്ഞത് നിൻ്റെ പ്രോബ്ലമാണ്, അപ്പം കാള പറഞ്ഞത് നിൻ്റെ പ്രോബ്ലമാണ്, പന്നി പറഞ്ഞത് നിൻ്റെ പ്രോബ്ലമാണ്. പക്ഷേ എലിക്കത്രികയ്ക്ക് അത് രാത്രി ഒരു പാമ്പ് വീണു. അപ്പോൾ അത് കടിച്ചിരുന്നപ്പോഴത്തേക്കും
വീട്ടിലെ ഉടമസ്ഥൻ്റെ ഭാര്യ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് എന്താണെന്ന് സൗണ്ട് കേട്ട് നോക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവരെ കടിച്ചു. അപ്പോൾ അവർ കടി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവർക്ക് വിഷം കയറി പ്രശ്നമായി. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയി. അവരെ നോക്കാനായിട്ട് സ്വന്തക്കാർ വന്ന് നിന്നു. അപ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് അവർ കോഴിയെ കൊന്നു. അപ്പോൾ കോഴിയുടെ തലയും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവർക്ക് വളരെ മൂർച്ഛിച്ചു. അപ്പോൾ നോക്കാനായിട്ട് കൂടുതൽ ആൾക്കാർ വന്ന് നിന്നു. അപ്പം അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് പന്നിയെ കൊന്നു. അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ മരിച്ചു. അപ്പോൾ അവരുടെ ചടങ്ങുകൾക്കൊക്കെ ശേഷം എല്ലാവർക്കും കൂടെ കൊടുക്കാനായിട്ട് കാളയെ കൊന്നു. അവസാനം എലി മാത്രം ശേഷിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ എലി ബാക്കിയുള്ളവർ പറഞ്ഞത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒറ്റപ്പെട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർ, ഫ്ലാറ്റിലൊറ്റയ്ക്കാണേലും വീട്ടിലൊറ്റയ്ക്കാണേലും നമ്മുടെ ഈ പറഞ്ഞ ഈ കുട്ടികൾ നാളെ ഇതിൻ്റെ അഡിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കപ്പെടാം. പ്രായമായവർ ആക്രമിക്കപ്പെടാം. വാഹനങ്ങൾ ആഫ്രിക്കയിലൊക്കെ നടക്കുന്ന പോലെ വാഹനങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോകാം. ഇവർക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് ഇവർ ഭ്രാന്ത് പിടിച്ചതുപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പം നിങ്ങളും ഞാനും ആരും സേഫ് അല്ലാത്തൊരവസ്ഥയിലോട്ട് വരും. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഇത് ഇനിയും വളരുന്നതിന് മുമ്പ് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, എല്ലാ യുവജന സംഘടനകളും ദേ ഹാവ് ടു ഡിക്ലെയർ എ വാർ ഓൺ ദാറ്റ്. ദെൻ ജേർണലിസ്റ്റുകൾ ഇതിൻ്റെയൊക്കെ സോഴ്സുകൾ കണ്ടെത്തി കൊടുക്കണം. നിങ്ങൾ നേരത്തെയൊക്കെ ഓരോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മാത്രം പുറത്ത് കൊണ്ടുവരുന്നായിരുന്നു. അതിന് പകരം വലിയ തോതിൽ ഇനിയും ഇപ്പം തിരുവനന്തപുരത്ത് 4-5 മരണമുണ്ടായി, അല്ലെ കോഴിക്കോട് ഒരു മരണമുണ്ടായി, കേരളം മുഴുവൻ 20 പേര് മരിച്ചു. പക്ഷേ അതിൽ നിന്നും നമ്മളിവിടെ വെച്ചത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് 200കളിലേക്കോ 2000ത്തിലേക്കൊക്കെ പോകുന്ന 20,000ത്തിലേക്കൊക്കെ പോകുന്ന അതിനുള്ള സാധ്യതയുള്ളൊരു ഏരിയയാണിത്. അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. ഇതിന് കൈമാറ്റം നടക്കുന്നത് പലപ്പോഴും ഈ പിള്ളേർ ഇമോജീസൊക്കെ സെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ചെയ്യാൻ പറ്റുന്നത് പേരൻസിനെ കൺട്രോൾ ചെയ്യാനൊരു പരിധിയുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് നമ്മുടെ മുന്നേ വന്നാലിപ്പോൾ എന്നെപ്പോലെ സൈക്കോളജിസ്റ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കാവുന്നത് ഇവരെന്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഡിപ്രഷൻ കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ ട്രോമയുടെ ഭാഗമായിട്ടായിരിക്കാം, ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കാം, പിയർ പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിച്ച ജീവിതം കൊണ്ടാണ് ഇമ്പൾസീവായിട്ട് വേണേൽ വരാം, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് വേണേൽ വരാം, ഇല്ലെങ്കിൽ ഒരു ഇമോഷണലി ഉള്ള ഇഷ്യൂ കൊണ്ട് വരാം, ഇമോഷണൽ എസ്കേപ്പിസം വേണേൽ വരാം, ചൈൽഡ്ഹുഡിൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടേക്കുന്ന കുട്ടികളാണ് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു മെൻ്റൽ ഹെൽത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ, പക്ഷേ ഒരു സൈഡിൽ കൂടെ നമ്മൾ മെൻ്റൽ ഹെൽത്തിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ സ്ലീപ്പ്, അവരുടെ ആഫ്റ്റർ കെയർ, ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് ഡോക്ടർമാർ ഇതിൻ്റെ പേരിൽ, സാമൂഹ്യ പ്രവർത്തകർ ചെയ്യുന്നു, ഹെൽത്ത് വർക്കേഴ്സ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സൈഡിൽ കൂടെ ഇത് വീണ്ടും വീണ്ടും പുതിയ രൂപത്തിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മറ്റുള്ള ബിസിനസ് പോലെയോ മറ്റുള്ളത് പോലെയോ അല്ല. ദിസ് ഈസ് വെരി വെരി സീരിയസ്. അപ്പം ഇനിയും ഇത് കൈവിട്ടു പോകാതെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിഞ്ഞ് ഒരുപാട് ഡിസ്കഷൻസ് ഇനിയും വരണം. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ എന്തൊക്കെയാണ് വഴിയെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ചെറുപ്പക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി പറയുമല്ല, നിങ്ങളും ഞാനും എല്ലാം ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകാം. പ്രായമായി താമസിക്കുന്ന, കാരണം മക്കളൊക്കെ പുറത്തായിട്ട് പ്രായമായി താമസിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഇതിൽ കയറി അവരല്ല ചെയ്യുന്നത്, അവരുടെ പ്രാന്താണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ലൂട്ട് ചെയ്യപ്പെടാം. അങ്ങനെ ലോകത്ത് ബാക്കിയുള്ള സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ വേണം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള റൂട്ടുകൾ, എല്ലാ റൂട്ടുകളും നമുക്ക് കൃത്യമായി അടയ്ക്കാനായിട്ട് പറ്റണം. ഈ ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടും കിട്ടാതിരിക്കാനായിട്ട് നോക്കണം പൊളിറ്റിക്കൽ പാർട്ടികൾ അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലീഗൽ പോളിസി റിഫോംസ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി ചെയ്ത് അത് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒഴുക്ക് വളരെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഏറ്റവും ഹൗസ് ഓൺ ഫയർ, വീടിന് തീ പിടിച്ചാൽ എന്താണ് എന്നതുപോലെയാണ് നമ്മുടെ സ്റ്റേറ്റിന് അവിടെ ഇവിടെയൊക്കെ തീ പിടിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്ര ഉണർവോടുകൂടി കൊച്ചു കൊച്ചു പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ല നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ. അപ്പോൾ പൊളിറ്റിക്കൽ ഡിസ്കഷൻസും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളുടെ സംഘടനകളൊക്കെ നടക്കണം. അതൊരു ഡെമോക്രസിക്ക് വേണ്ടി ആവശ്യമാണ്. പക്ഷേ ഇതല്ല, ഇത് ഭയങ്കര ഡേർട്ടി ഗെയിമാണ്. ഇതിനകത്ത് നമുക്ക് പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ സ്റ്റേറ്റിന് തീ പിടിച്ചതുപോലെ ആകും. അതുകൊണ്ട് നമ്മളെല്ലാം ഉണരേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ട് ഞാൻ ജേർണലിസ്റ്റുകളോടാണ് ഞാൻ അപ്പീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയോടാണ്. ഇപ്പോൾ എല്ലാ വില്ലേജുകളും, ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീയൊക്കെ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ എനിക്ക് തന്നെ ഒരുപാട് ക്രൈം കൺട്രോൾ ചെയ്യാനായിട്ട് കുടുംബശ്രീക്ക് കഴിഞ്ഞ് ഇൻഫർമേഷൻ കൊടുത്തത്
എൻ്റെ അടുത്ത് കുടുംബശ്രീയെ കംപ്ലീറ്റ് നോക്കിയിരുന്ന ആ പോർട്ട്ഫോളിയോ മുഴുവൻ നോക്കിയിരുന്ന ഒരു മന്ത്രി ഞാനുമായിട്ട് സംസാരിച്ചപ്പം വിശദമായിട്ട് എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഒരു പരിധി വരെ ക്രൈമിനെ ഒരുപാട് ഒതുക്കാനായിട്ട് കുടുംബശ്രീക്ക് ഒരു കാലത്ത് കഴിഞ്ഞ കാര്യം. ഇതൊരു 10 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ പോലുള്ള ഓർഗനൈസേഷൻസിനൊക്കെ ഇതിന് ശക്തമായൊരു റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് പറ്റും. കഴിയട്ടെ, നമുക്ക് ഒന്നിക്കാം. ഓൾ ദി ബെസ്റ്റ്.